ആണ് വാട്ടർ ലെമൺ വിത്ത് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ ലെമൺ വിത്ത് ഐസ്ക്രീമിൽ നമുക്ക് എന്തൊക്കെ ചേർക്കാമെന്ന് നോക്കാം. വാട്ടർ ലെമൺ വേണം, ഐസ്ക്രീം വേണം, മിൽക്ക് വേണം. അപ്പോൾ നമുക്കിത് മൂന്നാണ് ചേർക്കേണ്ടത്. ഞാൻ എടുത്തേക്കുന്ന വാട്ടർ ലെമൺ എന്ന് വെച്ചാൽ യെല്ലോ കളറിൽ റെഡ് കളർ ഫ്രൂട്ട് ഉള്ള വാട്ടർ ലെമണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഐസ്ക്രീം എന്ന് വെച്ചാൽ വാനില ഫ്ലേവറാണ് ഐസ്ക്രീം എടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്കുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലാണെങ്കിൽ നമ്മളിതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഇതിൽ. അപ്പം ഐസ്ക്രീമിൽ ഷുഗർ ഉണ്ട്, എന്നാലും നമ്മൾ പ്രത്യേകമായിട്ട് ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്കിനി വാട്ടർ ലെമൺ കട്ടിച്ച് തരാം. വാട്ടർ ലെമൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ചെറിയ ചെറിയ പീസസ് ആക്കാം നമുക്ക്. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്യാം. ഐസ്ക്രീം 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൂൺ ചേർക്കാം. പക്ഷെ ഞാൻ ഇതിൽ 2 സ്പൂണാണ് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാൽ ഒഴിക്കാം. അങ്ങനെ നമുക്ക് അടുത്ത മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ ഇത് മുട്ടയൊക്കെ മിക്സ് ചെയ്തെടുക്കും, നമുക്ക് ഇതിലും മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫൈനൽ ആവാറായി. ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു പിങ്ക് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മൊത്തം റെഡി ആയിട്ട് നമുക്ക് അടുത്ത നട്ട്സ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം അതിൽ. അങ്ങനെ നമ്മൾ നട്ട്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളിതിൽ കപ്പലണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ കാഷ്നട്ടോ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടി അതിന് മിക്സിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. അമ്മയ്ക്കും അച്ഛനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കതിനെ ബോളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വാട്ടർ ലെമൺ വിത്ത് ഐസ്ക്രീം ഷേക്ക് റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇത് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പാരൻസിനായാലും കുട്ടികൾക്കായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.